ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനിലെത്തിയ പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ പരമോന്നത ബഹുമതി ഓർഡർ ഓഫ് ഒമാൻ നൽകി ആദരിച്ച് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ്. ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി മലയാളത്തിൽ സംസാരിച്ചതും കൗതുകമായി. സുഖമാണോ? और सिर्फ मलयालम नहीं, यहाँ तमिल, तेलुगु, कन्नड़ा और गुजराती बोलने वाले. ഒമാനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സീബിലെ അൽബറക്ക കൊട്ടാരത്തിലാണ് പ്രധാനമന്ത്രിക്ക് സ്വീകരണമൊരുക്കിയത്. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ നേതാക്കൾ ഒപ്പുവെച്ചു. 2 പതിറ്റാണ്ടിനിടെ ഒമാൻ മറ്റൊരു രാജ്യവുമായി ഒപ്പിടുന്ന ആദ്യ സ്വതന്ത്ര വ്യാപാര കരാറാണിത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ബന്ധം നരേന്ദ്രമോദി പറഞ്ഞു. भारत ओमान पार्टनरशिप को नई दिशा देगी, नई गति देगी और नई बुलंदियों तक पहुंचने में मदद करेगी. ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധം ദൃഢമാക്കുമെന്നും പ്രധാനമന്ത്രി. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം. ന്യൂസ് ഡെസ്ക് 24. സൗദിയിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ലെവി ഇളവ് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ നിക്ഷേപകർക്ക് വിപുലമായ അവസരങ്ങളാണ് തുറക്കുന്നത്. നിർമ്മാണ മേഖലയിൽ നിലവിലുള്ള സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാനും ഇത് പ്രയോജനപ്പെടുമെന്ന് വ്യവസായ മേഖലയിലുള്ളവർ പറയുന്നു. സൗദിയിലെ വ്യവസായ മേഖലയിൽ വിദേശ തൊഴിലാളികളുടെ ലെവി പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ആശ്വാസമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഫാക്ടറികൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ മേഖലയ്ക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. നിലവിലുള്ള സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും ഈ നിയമം പ്രയോജനപ്പെടുമെന്ന് ജിദ്ദയിലെ അറബ് കൺസൾട്ട് ഹൌസ് സിഇഒ നജീബ് മുസ്ലിയാരകത്ത് പറഞ്ഞു. ഈ മേഖലയിലെ ലെവി സ്ഥിരമായി ഒഴിവാക്കാൻ കാത്തിരുന്ന നിക്ഷേപകർക്ക് ഏറെ ആശ്വാസമാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഈവൻ നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു മാനുഫാക്ചറിങ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് പൾസസും പല കാര്യങ്ങളും ഒരു പാക്കിംഗ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് ആളുകളെ ആ ഒരു സ്ഥാപനത്തിന്റെ അണ്ടറിൽ കൊണ്ടുവന്ന് ലവിയളവും കാര്യങ്ങളും ഉപയോഗപ്പെടുത്താനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു വാല്യൂ അഡീഷൻ കൊണ്ടുവരാനും സാധിക്കുന്ന പല മേഖലകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് ഏത് മേഖലയിലാണ് ഇനി സൗദിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടതെന്ന് കൂടെ പഠിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. വ്യവസായ മേഖലയിലെ ലെവി താൽക്കാലികമായി ഒഴിവാക്കിയപ്പോൾ തന്നെ നിർമ്മാണ രംഗത്ത് വലിയ വളർച്ച രേഖപ്പെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ലെവി പൂർണ്ണമായും ഒഴിവാക്കിയത്. വ്യവസായ മേഖലയിൽ ഇനി സ്ഥാപനങ്ങളുടെയും തൊഴിലാളികളുടെയും എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. സൗദി ഉൽപ്പന്നങ്ങളുടെ എണ്ണവും വർദ്ധിക്കും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. യുക്രൈന് പ്രതിരോധ ഫണ്ട് നൽകാൻ തീരുമാനിച്ച് യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ. ഇനി മുതൽ യുക്രൈൻ യൂറോപ്യൻ പ്രതിരോധ ഫണ്ടിന്റെ ഭാഗമായിരിക്കും. യൂറോപ്യൻ യൂണിയൻ തീരുമാനത്തെ പിന്തുണച്ച് യുക്രൈൻ പ്രതിരോധ മന്ത്രി ഡെന്നിസ് ഹെർഷ്മാൽ രംഗത്തെത്തി. ഇന്ന് ബ്രസൽസിൽ ആരംഭിച്ച യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പ്രത്യേക ഉച്ചകോടിയിലാണ് തീരുമാനം. യൂറോപ്പിൽ മരവിപ്പിക്കപ്പെട്ട $200 ബില്യൺ വരുന്ന റഷ്യൻ ആസ്തി ഉപയോഗിച്ച് അടുത്ത 2 വർഷം യുക്രൈന് പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ബ്രസൽസിലെ പ്രത്യേക ഉച്ചകോടിയിൽ നടക്കുന്നത്. VBG റാംജി ബില്ലിനെതിരെ ജിദ്ദയിൽ OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നിയമ ഭേദഗതിയിലൂടെ പകുതിയോളം വിഹിതം സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അഭിമാന പദ്ധതിയെ തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് OICC ആരോപിച്ചു. രാഷ്ട്രപിതാവിന്റെ പേര് പദ്ധതിയിൽ നിന്ന് അടർത്തി മാറ്റിയത് ഗാന്ധി നിന്ദയുടെ ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കിം പാറക്കൽ പറഞ്ഞു. ജിദ്ദയിലെ എഴുത്തുകാരെയും പ്രതിഭകളെയും ഉൾപ്പെടുത്തി ഫോക്കസ് ഇന്റർനാഷണൽ ജിദ്ദ ഡിവിഷൻ ഡ്യൂൺ സ്റ്റോറീസ് എന്ന പേരിൽ സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. 2026 ജനുവരി 10 നടക്കുന്ന ബുക്ക് ഹെറാജ് എന്ന പുസ്തകമേളയുടെ മുന്നോടിയായാണ് സാഹിത്യ വിരുന്ന് ഒരുക്കിയത്. എഴുത്തുകാരുമായി സംവദിക്കുക എന്ന ആശയത്തിൽ നടന്ന സാഹിത്യ സംഗമം എഴുത്തുകാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന തുറന്ന വേദി കൂടിയായി. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ അഷറഫ് തൂണേരി സദസ്സുമായി സംവദിച്ചു. ഫോക്കസ് പ്രതിനിധി ഷഫീഖ് പട്ടാമ്പി മോഡറേറ്ററായി.
ജിദ്ദ കണ്ണൂർ പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഖൽബിലാണ് കണ്ണൂർ സീസൺ 2 എന്ന പേരിൽ കലാപരിപാടി സംഘടിപ്പിച്ചു. സുബൈർ പെരളശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം നൌഫൽ മട്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു. നിസാം തളിപ്പറമ്പ് ഫാമിലിയുടെ മ്യൂസിക്കൽ നൈറ്റായിരുന്നു മുഖ്യ ആകർഷണം. ബിരിയാണി, മൈലാഞ്ചി മത്സരങ്ങളും കായിക പരിപാടികളും ഉണ്ടായിരുന്നു. റിയാസ് ഇരിക്കൂർ സ്വാഗതവും സിദ്ദിഖ് പള്ളിപ്പറമ്പ് നന്ദിയും പറഞ്ഞു. സൗദിയിൽ OICC ജിസാൻ സെൻട്രൽ കമ്മിറ്റി 2026 കലണ്ടർ പുറത്തിറക്കി. ജിലു ബേബിക്ക് നൽകി പ്രസിഡന്റ് നാസർ ചേലമ്പ്ര കലണ്ടർ പ്രകാശനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ഉസ്മാൻ കൊറ്റുമ്പ, ഷാജി പുളിക്കത്താഴത്ത്, ജോബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ. പത്മകുമാറിനെതിരെ സംഘടനാ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നുവെന്നും സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നു. മാധ്യമങ്ങളിലൂടെ പരസ്യപ്രതികരണം നടത്തിയ മുൻ MLA KC രാജഗോപാലിൻ്റേത് അച്ചടക്ക ലംഘനമാണെന്നും യോഗം വിലയിരുത്തി. പാരഡി ഗാനത്തിനെതിരെ CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. സമീപകാലത്ത് CPIMുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഉയർന്ന എല്ലാ വിവാദ വിഷയങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സമഗ്രമായി ചർച്ച ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിക്ക് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്ന് യോഗം വിലയിരുത്തി. പത്മകുമാറിനെതിരെ ആദ്യഘട്ടത്തിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ സംഘടനാ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന് സംസ്ഥാന നേതൃത്വം ആവർത്തിക്കുന്നതിനിടെയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. ജില്ലാ കമ്മിറ്റി കൂടി വിഷയം ചർച്ച ചെയ്ത ശേഷം സംസ്ഥാന നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിക്കും. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞയുടൻ മുൻ MLAയും ജില്ലയിലെ മുതിർന്ന നേതാവുമായ KC രാജഗോപാലൻ നേതാക്കൾക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചതും യോഗം ചർച്ച ചെയ്തു. KC രാജഗോപാലനിൽ നിന്ന് വിശദീകരണം തേടാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. തന്നെ കാലുവാരാൻ ശ്രമിച്ചെന്നും CPIM മൂടുതാങ്ങികളുടെ പാർട്ടിയായി മാറിയെന്നുമായിരുന്നു KC രാജഗോപാലന്റെ ആരോപണം. അതേസമയം KC രാജഗോപാലൻ നൽകിയ പരാതി യോഗം ചർച്ച ചെയ്തില്ല. വിവാദ പാരഡി ഗാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനും തീരുമാനമായി. പന്തളം ഏരിയ കമ്മിറ്റി അംഗവും മുൻ രാജകുടുംബാംഗവുമായ പ്രദീപ് വർമ്മ പരാതി നൽകും. 24 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിച്ചുള്ള പാരഡി ഗാനത്തിൽ കേസെടുത്തതിൽ വിമർശനമുയരുമ്പോഴും നടപടി കടുപ്പിച്ച് പോലീസ് മുന്നോട്ട്. വിവരശേഖരണത്തിന്റെ ഭാഗമായി സൈബർ പോലീസ് മെറ്റയ്ക്ക് കത്തയച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. അതേസമയം പോറ്റിയെയും കോൺഗ്രസിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള പാരഡി ഗാനത്തിൽ കോൺഗ്രസും എതിർ പരാതി നൽകി. പാരഡി ഗാനത്തിൽ കേസെടുത്തതിന് പിന്നാലെ തുടർ നീക്കവുമായി പോലീസ്. ഗാനത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നതുൾപ്പെടെ അന്വേഷണ പരിധിയിലുണ്ട്. വിവരശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് ഫേസ്ബുക്ക് മാതൃകാ കമ്പനി മെറ്റയ്ക്ക് കത്ത് കൈമാറി. പരാതിക്കാരനായ തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രതികളുടെ മൊഴിയെടുക്കും. വിശ്വാസത്തെയോ ദൈവത്തെയോ കളിയാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് CPIM നിലപാട്. വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയോ വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പാട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഒരു മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഉതകുന്നത്. അതിന് ഘടകവിരുദ്ധമായി ഉണ്ടായാൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. പാരഡി ഗാനത്തിനെതിരായ നടപടിയെ വിമർശിച്ച് ഇന്നും UDF നേതാക്കൾ രംഗത്ത് വന്നു. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ്. അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിൽ വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ചു പോവുകയാണ്. ഇത് BJP കളിക്കുന്ന, സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ CPM കളിക്കുന്നത്. കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ പാരഡി ഗാനത്തിന്റെ രചയിതാവ് GP കുഞ്ഞബ്ദുള്ളയെ ഫോണിൽ വിളിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പിന്തുണ ഉറപ്പു നൽകി. അത് കുഞ്ഞൻ നമ്പ്യാരുടെ കാലഘട്ടം മുതൽ തന്നെ ഭരിക്കുന്നവരായാലും തലപ്പത്തിരിക്കുന്നവരായാലും അവരുടെ ചെയ്തികൾക്കെതിരായിട്ട് ആക്ഷേപഹാസ്യമായിട്ട് പാട്ടുകൾ ഉണ്ടാവാറുണ്ട്, ഓട്ടംതുള്ളുകൾ ഉണ്ടാവാറുണ്ട്, സാഹിത്യരചനകൾ ഉണ്ടാകാറുണ്ട്, നാടകങ്ങൾ ഉണ്ടാകാറുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയും വരെ CPIMന് വിശ്വാസം പ്രശ്നമായിരുന്നില്ലെന്ന് BJP നേതാവ് V മുരളീധരൻ കുറ്റപ്പെടുത്തി. കേസിലെ പരാതിക്കാരൻ പ്രസാദ് കുഴിക്കാല സെക്രട്ടറിയായ തിരുവാഭരണപാത സംരക്ഷണ സമിതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മറ്റൊരു സംഘടന കൂടി ഇതേ പേരിൽ രംഗത്ത് വന്നതോടെയാണ് അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗിന്റെ പരാതി. 24 തിരുവനന്തപുരം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര പ്രഖ്യാപനത്തിന് മുമ്പ് നാടകീയ നീക്കം. എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം പട്ടിക കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കൈമാറി. പുരസ്കാര പ്രഖ്യാപനം മാറ്റിയത് കേന്ദ്ര സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നാണ് ആരോപണം. അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി കുറ്റപ്പെടുത്തി. 24 ഭാഷകളിലേക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഇന്ന് വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനം. കേന്ദ്ര സാഹിത്യ അക്കാദമി അറിയിച്ചതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എത്തി. കൃത്യം 3 മണിക്ക്
പ്രഖ്യാപനം മാറ്റിവെച്ചതായി അക്കാദമി അംഗങ്ങൾ അറിയിച്ചു. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. നടപടിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. സർക്കാരിന് സമർപ്പിച്ച് തിരുത്തോടുകൂടി പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുന്നു എന്നത് തെറ്റായ കാര്യമാണെന്നും നിലവിൽ തയ്യാറാക്കിയ പട്ടിക തന്നെയാകും പ്രഖ്യാപിക്കുക എന്നും KP രാമനുണ്ണി. കേന്ദ്ര സാഹിത്യ അക്കാദമി ഉണ്ടായ കാലം മുതൽക്കുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പരസ്യപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. അതിന് ഇപ്പോൾ ഒരു കൾച്ചറൽ മിനിസ്ട്രിയിൽ നിന്ന് ഒരു നിർദ്ദേശം വന്നുകൊണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് അതിനെ മാനിക്കാതിരിക്കാൻ പറ്റില്ല. കൾച്ചറൽ മിനിസ്ട്രീനെ സെക്രട്ടറി മുഖാന്തരം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. ഉടനെ ഡിക്ലെയർ ചെയ്യാനുള്ള അവസ്ഥയുണ്ടാക്കണമെന്ന്. അതേസമയം ഇംഗ്ലീഷ്, ഗുജറാത്തി ഭാഷകളിലാണ് തർക്കം നിലനിൽക്കുന്നതെന്നാണ് സൂചന. മലയാളത്തിൽ പുരസ്കാരത്തിനായി ഇത്തവണ മായാമനുഷ്യർ എന്ന നോവലിന് N. പ്രഭാകരനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. അതിലുള്ള പ്രതിഷേധമാണ് സാഹിത്യകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. രാജ്യാന്തര ചലച്ചിത്രമേളയിലെ സിനിമാ വിലക്കിൽ അവസാന ദിവസം കേന്ദ്രത്തിന് വഴങ്ങി ചലച്ചിത്ര അക്കാദമി. 6 സിനിമകൾ IFFKയിൽ പ്രദർശിപ്പിക്കില്ല. ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് കാണിച്ച് കേന്ദ്ര സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് തീരുമാനം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിക്കാത്തതാണ് വിലക്കിന് കാരണമെന്നാണ് വിവരം. ക്ലാഷ്, ഫ്ലെയിംസ്, ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക്, യെസ്, ഓൾ ദാറ്റ്സ് ലെഫ്റ്റ് ഓഫ് യു, എ പോയറ്റ്സ് അൺകൺസീൽഡ് പോയട്രി എന്നീ സിനിമകൾക്കാണ് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വിലക്കുള്ളത്. നേരത്തെ കേന്ദ്ര അനുമതി വൈകിയ 19 സിനിമകളിൽ ഉൾപ്പെട്ടതാണ് ഈ 6 സിനിമകളും. റദ്ദാക്കിയ എല്ലാ സിനിമകളും കാണിക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മുൻ നിലപാട്. പക്ഷേ ചീഫ് സെക്രട്ടറിയുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ചർച്ചയുടെ ഫലമായാണ് 6 സിനിമകൾ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കേരള ചലച്ചിത്ര അക്കാദമി എത്തിയത്. നിർദ്ദേശം മറികടന്ന് ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന് കേരള ചലച്ചിത്ര അക്കാദമി അറിയിച്ചു. പ്രതിഷേധത്തിനു പിന്നാലെ ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ പ്രദർശിപ്പിക്കാനാണ് അക്കാദമിയുടെ തീരുമാനം. ഓൾ ദാറ്റ്സ് ലെഫ്റ്റ് ഓഫ് യു എന്ന സിനിമയ്ക്ക് പകരം പ്രദർശനം നടക്കും. അതിനിടെ ദ എലിസിയൻസ് ഫീൽഡ്, സിറാത്ത് എന്നീ ചിത്രങ്ങൾക്ക് സീറ്റ് ലഭിക്കാതെ വന്നതോടെ കൈരളി, ശ്രീ തിയേറ്ററുകളിൽ ഡെലിഗേറ്റുകൾ പ്രതിഷേധിച്ചു. 24 തിരുവനന്തപുരം. IFFKയിലെ ചില സിനിമകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകാതിരുന്നതിൽ പ്രതികരണവുമായി ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ റസൂൽ പൂക്കുട്ടി. ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ടാണ് ചില സിനിമകൾക്ക് അംഗീകാരം നൽകാത്തത്. കേരള സർക്കാർ ശക്തമായ രാഷ്ട്രീയ തീരുമാനമെടുത്തതുകൊണ്ടാണ് ഒറ്റ രാത്രി കൊണ്ട് മറ്റ് സിനിമകൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയതെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു. ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റ് ബോഡിയോട് പറയുകയാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സിനിമകൾ കാണിക്കാൻ പറ്റില്ല. വി ആർ ലിവിംഗ് ഇൻ എ ഡെമോക്രസി. വി ഹാവ് ഇലക്ടഡ് എ ഗവൺമെന്റ്. Whatever is their political choice, we have to accept. സജി ചെറിയാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നു, CMന്റെ ഓഫീസുമായിട്ട് സംസാരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് കേരളം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നത്. എന്ത് വന്നാലും ഈ സിനിമകൾ കാണിക്കും എന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തത്. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള 19 സിനിമകളിൽ 12 സിനിമകളും അവർ ഒറ്റ രാത്രി കൊണ്ട് അത് ക്ലിയർ ചെയ്തു. CBCI ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ മുഖ്യാതിഥിയായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്ത് ക്രൈസ്തവ സമൂഹത്തിന് യാതൊരു ഭയവും വേണ്ട എന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നതായി CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെങ്കിൽ ഇത്തവണ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ മുഖ്യാതിഥിയായത്. ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിബദ്ധത രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വരെ എത്തിയെന്ന് ഉപരാഷ്ട്രപതി. ക്രൈസ്തവ സമൂഹത്തിന് യാതൊരു ഭയവും വേണ്ട, എല്ലാവരും എല്ലാ സമയവും ഒപ്പമുണ്ടെന്നും ഉപരാഷ്ട്രപതി. Values of peace, compassion, humility and service to the humanity. And Christianity was brought to India in the year 52 AD by the Thomas the Apostle. At the heart of the Christian message is the teaching of Lord Jesus Christ. ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങളിൽ പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരിനെ കഴിയൂവെന്ന് CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. ഞാൻ അത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ സൂചിപ്പിച്ചു. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പലപ്പോഴും ഇവർ തന്നെയാണ് പലപ്പോഴും ഈ സിസ്റ്റേഴ്സിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് നമ്മൾ അവരോട് തന്നെയാണ് പലപ്പോഴും ചോദിക്കേണ്ടത്. അവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ക്രൈസ്തവ സമൂഹത്തിന് പ്രശ്നം നേരിടുമ്പോൾ തങ്ങൾ സമീപിക്കുന്നത് കേന്ദ്ര സർക്കാരിനെയാണെന്നും CBCI.
ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ CBCI സഭാ നേതാക്കളെ ഉപരാഷ്ട്രപതി ക്ഷണിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, MPമാരായ ശശി തരൂർ, ജോസ് കെ മാണി, സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് തുടങ്ങിയ പ്രമുഖ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. 24 ഡൽഹി. ഓസ്ട്രേലിയയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പുതിയ നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചു. രാജ്യത്തുടനീളം ശക്തമായ പോലീസ് പെട്രോളിംഗും തിരച്ചിലുകളും നടക്കുന്നുണ്ട്. സിഡ്നിയിലെ ബോണ്ടായി ബീച്ചിലെ ഭീകര ആക്രമണം കഴിഞ്ഞ് 4 നാൾ പിന്നിട്ടിട്ടും അതിനോടനുബന്ധിച്ചുള്ള വാർത്തകൾക്കും വിവാദങ്ങൾക്കുമാണ് ഇപ്പോഴും ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ പ്രാമുഖ്യം. ആക്രമണത്തിന് പദ്ധതിയിടുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ന് വൈകിട്ട് സിഡ്നിക്കടുത്തുള്ള ലിവർപൂളിൽ സായുധ പോലീസ് 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ബോണ്ടായി ബീച്ചിലെ ആക്രമണവുമായി ബന്ധമില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. അറസ്റ്റിലായവർ സഞ്ചരിച്ചിരുന്ന കാറുകളെ പോലീസ് വാഹനം ഇടിച്ചു കയറ്റി നാടകീയമായിരുന്നു അറസ്റ്റ്. അതേസമയം ഭീകര ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 5 പേരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു. പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന്റെയും യഹൂദ കമ്മ്യൂണിറ്റിയുടെ കടുത്ത അമർഷത്വത്തിന്റെയും പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തുടർ നടപടികൾ പെട്ടെന്നാക്കി. രാജ്യത്തെ എല്ലാവർക്കുമായി പൊതുവിദ്യാഭ്യാസ നയത്തിന് രൂപം കൊടുക്കുവാനും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ഇടയുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രസംഗങ്ങളും പ്രചാരണങ്ങളും നടത്തുന്നവരുടെ വിസ ക്യാൻസൽ ചെയ്ത് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ഗൺ ലൈസൻസ് നേടുന്നതിനുള്ള നിയമ നടപടികൾ കൂടുതൽ കർശനമാക്കാനുമാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ചില സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ ഗൺ ലൈസൻസിന് നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞു. ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പോലീസ് അന്വേഷണങ്ങൾക്ക് ഇന്ത്യൻ പോലീസിന്റെയും ഫിലിപ്പൈൻസ് പോലീസിന്റെയും സമ്പൂർണ്ണ സഹകരണം ലഭിക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പാർലമെന്റ് സമ്മേളനം നേരത്തെ വിളിച്ചുകൂട്ടി നടപടികൾ പെട്ടെന്നാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് സൂസൻ ലീ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഫെബ്രുവരിയിലെ പാർലമെന്റ് സമ്മേളനം നേരത്തെ നടക്കാനിടയുണ്ടെന്നാണ് സൂചനകൾ. 24 ന്യൂസിനു വേണ്ടി ഷാജു ഫ്രാൻസിസ്, ഓസ്ട്രേലിയ. പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയറാകും. നിലവിൽ ഡെപ്യൂട്ടി മേയറാണ് പി ഇന്ദിര. ഒ സദാശിവനെ കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഡോക്ടർ S ജയശ്രീയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ഒന്നിലധികം പേരുകൾ പരിഗണനയിലുണ്ടായിരുന്നു. എന്നാൽ നിലവിലെ ഡെപ്യൂട്ടി മേയർ കൂടിയായ പി ഇന്ദിരയ്ക്ക് തന്നെയായിരുന്നു പ്രഥമ പരിഗണന. 2 ദിവസം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ കെ സുധാകരൻ MP-യുടെ പ്രഖ്യാപനം. ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീമതി പി ഇന്ദിരയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഐകകണ്ഠ്യേനയുള്ള തീരുമാനമാണ്. തീരുമാനം സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും സ്ത്രീ സുരക്ഷയ്ക്കും ഉന്നമനത്തിനും കൂടുതൽ ഊന്നൽ നൽകുമെന്നും നിയുക്ത മേയർ പി ഇന്ദിര. കണ്ണൂരിന്റെ മുഖച്ഛായ മാറ്റണം. MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കെ സുധാകരന്റെ, നമ്മുടെ ഏറ്റവും പ്രിയങ്കര നേതാവിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പദ്ധതികളും നമുക്കിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ മെർജ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കണ്ണൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒ സദാശിവനെ കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച മുസാഫർ അഹമ്മദ് തോറ്റതോടെയാണ് LDF തടമ്പാട്ടു താഴ്ത്തുനിന്ന് ജയിച്ചെത്തിയ ഒ സദാശിവനിലേക്ക് എത്തിയത്. വളരെ അപ്രതീക്ഷിതമാണ് എന്നെ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള പാർട്ടി തീരുമാനം ഞാൻ കേട്ടത്. അപ്പം എൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം, എൻ്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. ഡോക്ടർ S ജയശ്രീയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. ഇതിനിടെ കൊച്ചി മേയർ സ്ഥാനത്തേക്ക് സമുദായാംഗത്തെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി ലത്തീൻ സഭ രംഗത്തെത്തി. UDF-നായിരുന്നു കൊച്ചി കോർപ്പറേഷനിൽ ജയം. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് മേയറെന്നും ആരാണ് ഡെപ്യൂട്ടി മേയറെന്നും. കാരണം മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. ഈ സ്ഥാനങ്ങളിലേക്ക് ഉചിതനായ ഒരു സ്ഥാനാർത്ഥി, അത് ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണം, കൗൺസിലറെ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ നേതൃത്വത്തിന് മുൻപിൽ വച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.